السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമനിർദ്ദേശനത്തെ ജീവിതത്തിലെ സന്ദർഭത്തിലും പാലിച്ച് ജീവിക്കുന്നു ചൊന്തു സ്വന്തത്തെ മറക്കാത്തയോട് കൂടിയിട്ടുള്ള ഓരോരുത്തരൊട്ടികം ഈ പൽക്കത്തെ കേട്ടു തുല്യതായ ദൂരത്തിലും മുട്ടത്തിലുള്ള ഓരോ വ്യക്തിരൊട്ടികം വസിയത്താക്കിയിട്ടുള്ള അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവന്റെ എല്ലാ നിയമനിർദ്ദേശനത്തെ ജീവിതത്തെ എല്ലാ സന്ദർഭത്തിലും പാലിച്ച് ജീവനാക്കുള്ള തൗഫീഖ് തന്നനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തില് വന്നതായ എല്ലാ ചെറിയ വലിയ തത്വരെയും അല്ലാഹു പുറത്തു മാഫാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നാളെ ഇതേപോലെ കുടുംബത്തൊട്ടിക കൂടുകളുടെ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഈ ഒരു പ്രോഗ്രാം ഉടനെ വെച്ചതിന് ഉദ്ദേശ ഏതെങ്കിലും ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗമറെ പറയുക, തമാശാക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപത്തിൽ നമ്പലാക്കുക അല്ല ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കും. അല്ലാഹുവിന്റെ ദീന് അതെന്തു ചൊല്ലുന്നത് ചില രൂപത്തില് ചില പൽക്കത്തില് തത്വധാരണ ഉണ്ടായിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള വിവരണ ഇന്ത്യക്ക് ഇസ്ലാം ചൊല്ലുന്നതിരെ യാഥാർത്ഥ്യമായിട്ടുള്ള റൂപരിപ്പാട്ടുക ഉദ്ദേശിക്കുന്നു. അതിൽ പ്രത്യേകമായിട്ടും ഈ നിലരായത്തില് ഉള്ളതായ സലഫി പ്രസ്ഥാനത്തെ സഹോദരന്മാർ, ഈ സമുദായത്തെ ആൽമാർ അങ്ങനെ വിഷയത്തിലുള്ളകത്ത് ചില തത്വധാരണ ഈ രായത്തിലും പല രായത്തിലുമുണ്ട്. അതിന് പല കാരണമുണ്ടാവും. ഉസ്താദുമാരെത്തിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ആൾമാർ വിചാരിച്ചു പോയതെത്തിക്കും, പിടിയില്ലാത്തി അങ്ങ് മനസ്സിലാക്കി വെച്ചതെത്തിക്കും. എന്തായെങ്കിലും ഏതെങ്കിലും യഥാർത്ഥമായിട്ടുള്ള രൂപ, ഏതെങ്കിലും യഥാർത്ഥമായിട്ടുള്ള വിശ്വ അത് അരിഞ്ഞ് മുസ്ലിമായിട്ടുള്ള ഞങ്ങൾ ഓരോ ആർക്കും ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധിപ്പിക്കണം. സലഫി പ്രസ്ഥാനത്തെ ആൾമാരെ മേലുള്ളങ്ങനത്തെ പല ആരോപണമുണ്ട്. ആ ആരോപണങ്ങളെ ചൊല്ലും അതിനെ വ്യക്തത എന്ന് ചൊല്ലും അരിപ്പാട്ടുക മാത്രമേ ഉദ്ദേശിക്കരുത്. ആരും പറയുക, ആരും തമസാക്കുക, ആരും നമ്പലാക്കുക ഒരു നിയത്തും നമുക്കില്ല. ഞങ്ങളെ മേലുള്ളതായ ആരോപണ അത് നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്ക് പിടിയിൽ നിന്നും ആരോപണം എത്തിക്കരുത്. ആ ആരോപണം മനസ്സിൽ വെച്ചത് ജീവിച്ചോട്ടില്ല. നിങ്ങൾ പ്രത്യേകമായിട്ടും ഞങ്ങൾ ഓരോരുത്തം ആ ആരോപണത്തിലുള്ള വിവരണം എന്തായിത്തിക്കറ് സത്യമായിട്ടും അത് ആരോപണമേമാ, അത് യഖീനായിട്ടുള്ള വിഷയമാ, അത് ഹഖീഖത്തായിട്ടുള്ള വിഷയമാ, അതല്ല ഞങ്ങൾ മനസ്സിലാക്കിയതല്ല സലഫി പ്രസ്ഥാനത്തെ ആൾമാറാ ചൊല്ലുള്ളൊരു വ്യക്തത എത്തിക്കറ് ഈ സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കറേ. അതല്ലാതെ ആരും നമ്പലാക്കുകയില്ല ചൊല്ലു. ഒന്നുകൂടി നാ ചൊല്ല,
അതുകൊണ്ട് ദൂരത്തുള്ള ഓരോ സഹോദരന്മാരൊട്ടിയും ചൊല്ലുകൊള്ളത് പ്രത്യേകമായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലാസ്സില് ഇനി ബറകുള്ള ക്ലാസ്സിലും നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധയോടുകൂടി കേൾക്കും. കാരണം ജീവനത്തിൽ വലിയ ഖൈറുണ്ടാവുന്ന വിഷയത്തിൽ അതുകൊണ്ട് വിഷയത്തിൽ മനസ്സിലാക്കുള്ളത് ലോകത്തിലെ എല്ലാ മുസ്ലിം സമുദായത്തെ ആൾമാർ ആ മുസ്ലിം സമുദായത്തിലെ ആൾമാരുടെ പല അഭിപ്രായം എനിക്ക് കാണുക സാധിക്കും. മുസ്ലിമൈത്തുള്ള ആൾമാരുടെ പല രൂപത്തിലുള്ള ഇഖ്തിലാഫ് നമുക്ക് കാണുക സാധിക്കും. അതുകൊണ്ട് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ത് ചുറ്റും നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിലെ എല്ലാ മുസ്ലിമൈത്തുള്ള ആൾമാരും അങ്ങ് ചൊല്ലത് നാളെ അല്ലാഹുവിന്റെ ഖുർആന്റെ ആലയിപ്പിക്കുക ഒരു സംശയമില്ല. നാളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഅത്തിന് ആലയിപ്പിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ സ്വീകരിക്കുക. ലോകത്തിലെ എല്ലാ മുസ്ലിം സമുദായത്തെ ആൾമാരും ഇതേ ഒരു പ്രഖ്യാപനാക്കിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ എന്തുകൊണ്ട് ഒരു ഭിന്നഭിപ്രായം ഉണ്ടായത്? എല്ലാവരും അല്ലാഹുവിന്റെ ഖുർആനെ സ്വീകരിക്കുന്നതായെങ്കിൽ എല്ലാവരും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നതായെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു ഭിന്നഭിപ്രായം ഉണ്ടായത്? അത് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് ലോകത്തിലെ എല്ലാ മുസ്ലിം സമുദായത്തിലെ ആൾമാർ പല രൂപത്തിലും ചിന്ന ഭിന്നാവുന്ന ഒന്നാമത്തെ കാരണം അല്ലാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഏതൊരു രൂപത്തിൽ മനസ്സിലാക്കണമെന്ന ആ രൂപത്തിൽ മനസ്സിലാക്കാത്തത് എല്ലാത്തിലുള്ള അപകടം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും ഇത് മനസ്സിലാക്കണത് സഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഏതൊരു രൂപത്തിലേക്ക് ഇതിനെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കിയത് മാത്രം അവൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആളാവ് സാധ്യ. അല്ലാഹുവിന്റെ ഖുർആനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫഹ്മുസ് സഹാബ സഹാബിമാരെ മനസ്സിലാക്കിയ രീതി അത് നിർബന്ധിക്കരുത്. അങ്ങനെ മനസ്സിലാക്കിയത് മാത്രമേ ഞങ്ങൾ സ്വർഗത്തിലാളാവോ സാധ്യ. അങ്ങനെ എങ്ങനെ എത്തിക്കറാവണ അതേ ക്ലാസ് കൊണ്ട് മനസ്സിലാക്കുക. നോക്കൂ, സലഫി പ്രസ്ഥാനത്തെ ആൾമാരുടെ മേലുള്ള ആരോപണ ഇവിടെ പല ക്ലാസ്സും പല സമുദായത്തെ ആൾമാർക്കും നടന്നുപോയി സലഫിയുടെ മേൽ പല ആരോപണമുണ്ടായി ഞങ്ങൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ആരും അടിക്കുക വന്നില്ല, ആരും ഉപദ്രാക്കുക വന്നില്ല, ആരെ പറയുക വന്നില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയപ്പോ ഞങ്ങൾ അതൊരു വ്യക്തത ഉദ്ദേശിക്കരുത്. എന്ത് ആരോപണ? ഒന്നാമത്തെ ആരോപണ സലഫി പ്രസ്ഥാനത്തെ ആൾമാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ആൾമാരെ ഇത്തിക്റാറ്. സലഫി പ്രസ്ഥാനത്തെ ആൾമാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ആൾമാരെ ഇത്തിക്റാറ് ചൊല്ലുന്നത് ഒന്നാമത്തെ ഒരു ആരോപണ ഇത്തിക്റ്. എത്രമാ വർഷത്തിൽ ഉസ്താദ്മാർ ചൊല്ലുന്ന ചില ആൾമാർ സലഫി പ്രസ്ഥാനത്തെ മേൽ ആരോപിച്ചുകൊണ്ടുള്ളത് എനിക്ക് സ്വലാത്തില്ല ചൊല്ലും. എന്താ ഹഖീഖത്ത്? എന്താ യാഥാർത്ഥ്യ? മനസ്സിലാക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ യഥാർത്ഥമായിട്ടുള്ള രൂപത്തിൽ കറക്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിത്വമാർ അല്ലെങ്കിൽ ഈ സമുദായം ചൊല്ലുന്നത് അത് സലഫി പ്രസ്ഥാനത്തെ ആൾമാർ ഇത്തിക്റാർ. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ഉണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തിന്റെ പേരിൽ ഒരു ബിസിനസ് ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നമുക്കുണ്ട്. അതിന് ആ സ്വലാത്തിന്റെ പേരിൽ ഒരു കച്ചവടം ഇല്ല. അതേ നമുക്കും ബാക്കി നിങ്ങൾക്കുള്ള വ്യത്യാസം എന്താ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടിയത് കാണാം. മൻ സല്ല അലൈഹി സ്വലാത്തൻ വാഹിദ, ഒരു ഒറ്റ സ്വലാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നതായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 10 പ്രതിഫലം കൊടുക്കുക. അവന്റെ ജീവിതത്തിൽ 10 തപ്പ് അല്ലാഹു മാഫാക്കി കൊടുക്കുക. സഹോദരന്മാരെ, അങ്ങ് മനസ്സിലാക്കി വന്ന വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ആൾമാർ ചൊല്ലുന്നൊരു തപ്പുധാരണ ഈ സലഫി പ്രസ്ഥാനത്തിന് മേൽ ഉണ്ട് ചൊല്ലുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ
ധാരാളമായിട്ടും സ്വലാത്ത് ചൊല്ലുന്ന ആൾമാർ ഇത്തിക്റാറ് സലഫി പ്രസ്ഥാനത്തെ ആൾമാർ. അത് ബാങ്ക് കേട്ടൽ പിന്നും സലഫി പ്രസ്ഥാനത്തെ ആൾമാർ അതിനെ കച്ചവടത്തിന് വേണ്ടി വെച്ചിട്ടില്ല. അതിനക്ക് അതുകൊണ്ട് ഇബാദത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊന്ന അതുകൊണ്ട് ഖുതുബത്തിലും സലഫി പ്രസ്ഥാനത്തെ ആൾമാരെ ഓരോ വ്യക്തിത്വം അങ്ങ് ഖുതുബാക്കുന്ന സന്ദർഭത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാർ. അത് മാത്രമല്ല ഞങ്ങളെ നിസ്കാരത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുണ്ട്. ഓർത്തോളൂ ചൊല്ലിങ്ങൾ ഞങ്ങൾ ദുആക്കുന്ന സന്ദർഭത്തില് ആ ദുആത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു അദബൈത്ത് ഞങ്ങൾ സ്വീകരിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതായിരിക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായിട്ടും സ്വലാത്ത് ചൊല്ലുന്ന സമുദായത്തിക്ക് സലഫി പ്രസ്ഥാനത്തെ ആൾമാർ ചൊല്ലുന്നത് ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആയെങ്കിലും ചില ഉസ്താദ്മാർ പ്രത്യേകമായിട്ടും ഒരാളെ പേരെടുത്ത് ചൊല്ലുകയില്ല, ആരും നമ്മളാക്കുക ഉദ്ദേശവുമില്ല. ആയെങ്കിൽ നിങ്ങൾക്ക് പിടിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിക്കറ് ഉസ്താദ്മാർ ആരോപണാക്കിയിട്ടുള്ളാർ. ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാ ചൊല്ലുമ്പോൾ അങ്ക് സമാധാനാവില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് കാരണം എന്ത് സഹോദരന്മാരെ? അതേ ഇത്തിക്കർ ഞങ്ങൾ മനസ്സിലാക്കുള്ളത്. ഞങ്ങളെ നിസ്കാര പ്രോഗ്രാം എല്ലാം തീർന്നാൽ പിന്നെ ഒട്ടിಗೆ ജമാഅത്തെ നിസ്കരിക്കണമല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന ഇത്തിക്റാ ചൊല്ലുമ്പോൾ ഉസ്താദ്മാർക്ക് ബേജാറാവുകയില്ല. കാരണം എന്തേ? അതുകൊണ്ട് ഒരു കാരണമുണ്ട് സഹോദരന്മാരെ, മനസ്സിലാക്കി വെക്കൂ. അല്ലാഹുവിന്റെ ദീനിന്റെ ബിസിനസ് ആക്കി വെച്ച ഉസ്താദ്മാർ അങ്ക് സ്വലാത്ത് ചൊല്ലുന്നത് ഒരു കച്ചവട ഇത്തിക്റ്, അങ്ക് സ്വലാത്ത് ചൊല്ലുന്നത് ഒരു കച്ചവട ഇത്തിക്റ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പേരില് ഒരു മജ്ലിസ് ഉണ്ടാക്കിയില്ല തായെങ്കിൽ, ആ മജ്ലിസിനെ മുഖാന്തരം അങ്ക് സമ്പത്ത് ഉണ്ടായില്ല തായെങ്കിൽ, സലഫി രംഗ എത്ര സ്വലാത്ത് ചൊല്ലാ ചൊല്ലും, എത്ര സ്പീച്ച് ആക്കിയെന്നും അങ്ങനെ ഹൃദയത്തിൽ എത്തില്ല. കാരണം ആ ബിസിനസ് വാസത്തുകൊണ്ട് സലഫി രംഗ ആ ബിസിനസ് ഇല്ല. അതേത്തിക്കര വ്യത്യാസം. സിമ്പിൾ ആയിട്ട് ചൊല്ലുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായിട്ടും സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിത്വമാറായിത്തിക്കാറ് ഓരോ സലഫി പ്രസ്ഥാനത്തെ ആൾമാറും. ഇതിന് മനസ്സിൽ കെട്ടിയിട്ട് വയ്ക്കൂ. ഈ ഒരു തപ്പുധാരണരെ എന്നിൽ പിന്നെ നിങ്ങളെ മനസ്സിൽ വയ്ക്കണ്ട, വലിച്ചെറിഞ്ഞു വിടും. രണ്ടാമത്തെ ഒരു തപ്പുധാരണയ്ക്ക് നമുക്ക് കാണുന്നത് സലഫി പ്രസ്ഥാനത്തെ ആൾമാരെ പേരിലുള്ള ഒരു ആരോപണത്തിക്ക് ദിക്റ് ചൊല്ലുന്നത് ഇല്ലാത്ത സമുദായത്തിക്ക് സലഫി പ്രസ്ഥാനത്തെ ആൾമാർ ചൊല്ലുന്നു. ഇല്ല സഹോദരന്മാരെ, ഓർക്കുമില്ല. അതൊരു ആരോപണം മാത്രമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ടും ദിക്റാക്കുന്ന സമുദായത്തിക്ക് സലഫി പ്രസ്ഥാനത്തെ ആൾമാർ അത് സ്വബൈകുൽ അസ്കാറു സമാഉ അല്ലെങ്കിൽ അസ്റുൽ അസ്കാറുൽ മസാഉ അല്ലെങ്കിൽ ജാവ് വർഗ്ഗ സമയത്തുള്ള അസ്കാറുൽ നൗമാഉ അല്ലെങ്കിൽ നിസ്കരിച്ചൽ പിന്നുള്ള അസ്കാറാഉ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അതല്ല ജീവിതത്തിൽ അസ്കാറും ദിക്റുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ ദിക്റും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സമുദായത്തിക്ക് സലഫി പ്രസ്ഥാനത്തിലെ ആൾമാർ ഇങ്ങനെ ചൊല്ലിക്കും ഉസ്താദ്മാരെ മനസ്സിൽ പത്തില്ലത് പ്രോബ്ലം ഉണ്ട്. സലഫി രംഗ ദിക്റുണ്ട് ചൊല്ലൽ പിന്നും ഞങ്ങളെ മേൽ ആരോപണാക്കിയെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. അതും മനസ്സിലാക്കി വെക്കും. എന്താ ദിക്ർ? ആ പ്രോബ്ലം അല്ലാഹുവിനെ ദിക്റാക്കുന്നതിന്റെ പേരിലുള്ള ഒരു ബിസിനസ്, ഒരു കച്ചവടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റാക്കുന്ന ചൊല്ലുന്നു, അല്ലാഹു ദിക്റാക്കുന്ന ചൊല്ലുന്ന പേരിൽ പോലെ ദിക്ർ ഹൽക്ക ചൊല്ലുന്ന പ്രത്യേകമായിട്ടും കച്ചവട ഉസ്താദ്മാർ ഉണ്ടാക്കിയില്ലേ. ദിക്റൽക്ക് വെച്ചിട്ട് കാശ് കൊടുക്കാത്ത ഒരു രൂപം നൽകുക, കാശിന് വേണ്ടി തല്ല ദിക്ർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ദിക്ർ കാശുള്ളതാ. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകമായിട്ടും ദിക്റൽക്ക് വെച്ചത് എന്തുകൊണ്ടിട്ടും സ്വബൈര പിടിച്ചത് ജാവ് വർഗ്ഗത്തോളം ഓരോ അദ്കാറും മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ. ഇനി ജാവ് പാതിര ജാവ് എൻചെങ്കും സമ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ പഠിപ്പിച്ചില്ലേ. എല്ലാ ദിക്റും പഠിപ്പാട്ടി നിൽക്കുമ്പോ എന്തുകൊണ്ട് ഉസ്താദ്മാർ ഇതിനെ മുട്ടിട്ടു ധാരൊന്നും സ്വീകരിച്ചത്? അതുകൊണ്ട് കാരണ ബിസിനസ് സലഫി പ്രസ്ഥാനത്താൽമാർക്ക് ദിക്റുണ്ട്. ആ ദിക്റിന്റെ പേരിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കച്ചവടം ഇല്ല. വ്യത്യാസം
ഇത് സൈക്കോ ആവാൻ തൈത്തിക്കറ് ഉസ്താദുമാർ ഞങ്ങളെ മേൽ ആരോപണിക്കരുത് എനിക്ക് ദിക്റില്ല ചൊല്ലു. ഇത് ദിക്റ് സാധാരണ ഞങ്ങൾ എല്ലാവരും കേട്ടു വന്നത്. ನಾನು ಸಲಫಿ ಪ್ರಸ್ಥಾನಕ್ಕೆ ಬಂದ ಮುಂದೋಳು ಇದೇ ಆರೋಪಣೆ ಇತ್ತಿಗರು ಕೇಟೋ ಉಳ್ಳದು. അതുകൊണ്ട് ഇത്തിക്കറ് ഈ ആരോപണം എടുത്തു ചെന്നുള്ളത്. ഇത് ഹക്ക ഇത്തിക്കറ് നിങ്ങളെ മനസ്സിൽ തൊട്ടത് കേൾക്കൂ. ഉസ്താദ്മാർ ചൊല്ലതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാത്ത ആൾമാർ സലഫിമാർ ചൊല്ലു. അല്ലാഹുവിനെ ദിക്റാക്കാത്തക ചൊല്ലല്ലേ ഹക്ക ഇത്തിക്കറ്. ഞങ്ങൾ ദിക്ർ ചൊല്ലക ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലക ചൊല്ലുന്നത് ഇതേ ഇത്തിക്കറ് നേരായ വിഷയ. ഈ ആരോപണങ്ങളുടെ ഉത്തര ഞങ്ങൾ സ്വലാത്ത് ചൊല്ലക ഇത്തിക്കറ ഞങ്ങൾ ദിക്റാക്കറ ഇത്തിക്കറ. അങ്ങനെ എന്തായെങ്കിൽ എന്നിട്ടും ഉസ്താദ്മാർക്ക് സമാധാനാവില്ല. പിന്നെ ഉസ്താദ്മാർ വേറെ ആരോപണ വെക്കാറ്. നോക്കറു മിഅ്റാജ് നോമ്പ് ചൊല്ലുന്ന നോമ്പ് പിടിച്ചവങ്ങ ഇണ്ട് പ്രത്യേകതയും ശഅബാന്റെ നോമ്പ് പിടിച്ച ഈ നോമ്പ് പിടിക്കുക ഈ സലഫിയർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മനസ്സിലാക്കൂ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരാളി ഇത്തിക്കറാറ്. സത്യത്തിൽ ആ ഉസ്താദിന്റെ ബായിൽ തിങ്കാസ റസൂൽ നോമ്പ് പിടിച്ചത് അതുകൊണ്ട് നോമ്പ് പിടിക്കറു. ബാലാസ റസൂൽ നോമ്പ് പിടിച്ചത് ആ നോമ്പ് പിടിച്ചുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കറു. ആശൂറായുടെ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിന്, മുഹറമിന്റെ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിന് ഹദീസിൽ വന്നത് അതുകൊണ്ട് പിടിക്കറു ചൊല്ലു. ഉസ്താദ് പഠിപ്പാട്ടെ അതുപോലെ ഉസ്താദും ചൊല്ലട്ടെ. മിഅ്റാജ് ഇസ്രാ മിഅ്റാജിന്റെ സംഭവത്തിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം ജീവിച്ചിട്ട് 10 ജില്ലാ വർഷം ജീവിച്ചിട്ട് ഇത്ര വർഷത്തിൽ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിനെ നോമ്പ് പിടിച്ചിട്ടില്ല. ശഅബാൻ 15 നോമ്പ് പിടിച്ചിട്ടില്ല. ആയിരം പിടിക്കുന്നതായെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശം റസൂലിൽ നിന്ന് ദൂരായാറല്ലേ. എന്നിട്ട് ആരോപണം മാത്രമേ ഇപ്പുറത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സുന്നത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് ബിദ്അത്ത് ചൊല്ലുന്ന രോഗത്തെ അങ്ങനെ ശരീരത്തിൽ കൊണ്ടു വെച്ചാറ്, അങ്ങനെ ഹൃദയത്തിൽ അങ്ങ് കൊണ്ടു വെച്ചത് ബിദ്അത്ത് ചൊല്ലുന്ന രോഗം എത്തിക്കറ്. ആ രോഗ അപകടം എത്തിക്കറ്. അത് എത്ര അപകടം ചൊല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ആരോപണാക്കരുത് എത്തിക്കറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചനാക്കിയ ചൊല്ലുന്ന ആരോപണം എത്തിക്കറ് നടക്കരുത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് എത്തിക്കറ് ചൊന്നത് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നെങ്കിൽ യറാഹ ഹസന അവനതിനെ നല്ലതായിട്ട് കാണ്ടെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചനാക്കിയ ചൊല്ലിക്കറോട് ആരോപിക്കുന്നു. അത്ര വലിയ ബിദ്അത്ത് ഇസ്ലാം ദീൻ കൊടുത്തു എന്നിട്ട് സലഫികളുടെ മേൽ ആരോപണ. ഇത് വിട്ടുവിടുന്ന സഹോദരന്മാരെ ഞങ്ങളെ ഉസ്താദുമാർ പ്രത്യേകമായിട്ടും ഞങ്ങളെ മേൽ ആരോപിക്കുന്നു. നാലാമത്തെ ആരോപണ ഭാരി വലിയൊരു ആരോപണ ഈ റായത്തിലും അതേപോലെ എല്ലാ റായത്തിലും സഹോദരന്മാർക്ക് പിടിയില്ലെന്നത്തെ ഒരു ആരോപണ. എന്താ ഇത്തിക്കറത്? അതേ ഇത്തിക്കറ് ഔലിയാക്കന്മാരെ നമ്പാത്ത കൈത്തിക്കറാറ് സലഫി പ്രസ്ഥാനത്താൽമാർ. സലഫിറങ്കൊരു ഔലിയാക്കന്മാരെ ഒരു നമ്പിക്കില്ല. ഔലിയാക്കന്മാരെ സ്വീകരിക്കാത്ത ആൾമാരെ ഇത്തിക്കറാറ് സലഫി പ്രസ്ഥാനത്താൽമാർ. ഞങ്ങ ഒട്ടും ഞങ്ങൾ ഔലിയാക്കന്മാരെ സ്വീകരിക്കല. സലഫിറങ്ക് ഔലിയാക്കന്മാരില്ല. ഉസ്താദുമാർ പാടി നടക്കരുത്. മൈക്ക് വെച്ചതും യൂട്യൂബിൽ വന്നും പല രൂപത്തിലും അയിത്ത ആൾമാരെ മുന്നിൽ ചൊല്ലത് ഔലിയാക്കന്മാരെ നമ്പാത്ത ഒരു സമുദായ സലഫി പ്രസ്ഥാനത്താൽമാർ ഈ ആരോപണാക്കുമ്പോ ഇതാ ഈ സലഫി പ്രസ്ഥാനത്താൽമാർക്ക് ചൊല്ലുന്നത് ഇല്ല. സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നതായെങ്കിൽ ഔലിയാക്കന്മാരെ വിശ്വാസം കൊണ്ടു അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടിനെങ്കിൽ ഔലിയാക്കന്മാരെ വിശ്വസിക്കാൻ കഴിപ്പിക്കണമെങ്ക അയങ്ക അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. വിശ്വസിക്കറ ചൊല്ലുന്ന നിങ്ങൾ മുണ്ടാൻ വെച്ചിട്ടില്ല. ബദൽಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പിന്നത്തൊരായത്തിലും പല ചില വിഷയം ചൊല്ലുന്നു. ആരെ ഇത്തിക്കറാർ ഔലിയാക്കന്മാർ അവിടെ ഇത്തിക്കർ ഞങ്ങളില്ല. ഔലിയാക്കന്മാരെ വിശ്വാസം കൊണ്ട് ചൊല്ലോടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ ഇത്തിക്കർ ഔലിയാക്കന്മാർ അങ്ങനെ സിഫാത്തും അങ്ങനെ പ്രത്യേകതയും അല്ലാഹു എടുത്തു ചൊന്ന അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഈമാനിൽ നിങ്ങൾ ഇത്തിക്കറാർ അങ്ങനെ താങ്കി പല രൂപത്തിലെ ഉപ്പാപ്പന്മാർ കാണാ മുസ്ലിമാ ചൊല്ലിട്ട് പിടിയില്ല. പേരെടുത്ത് ചൊല്ല് ആർക്കും ബേജാറാവുകല്ല പിടിയാവുക ഇത്തിക്കറ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആൾ മുസ്ലിമ അല്ലേ ചൊല്ലുന്ന ചർച്ച നിൽക്കേ ഉണ്ടു. അങ്ങനെ താങ്കി എങ്ങനെ ഇത്തിക്കർ ഔലിയായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ഔലിയ ആരെ ഇത്തിക്കറ്? ഈമാനിൽ നിങ്ങൾ ഇത്തിക്കറാറ് മുഅ്മിനാവണു മുസ്ലിമാവണു
മുസ്ലിം അല്ലാത്ത ആൾ ഒരു ഔലിയാവോ സാറ്റില്ല. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് സലഫി പ്രസ്ഥാനത്തെ ആൾമാരെ പൽക്ക് കേട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ചൊന്നത് വകാനു യത്തഖൂൻ തഖ്വയിന്ന ആൾമാരെ ഇത്തിക്റാർ. അങ്ങനെ എന്തായെങ്കിൽ നിങ്ങളെ ഉസ്താദുമാർ പഠിപ്പാട്ടകത്തെ ആരും പേരെടുക്കുക ഉദ്ദേശിക്കില്ല, പേരെടുത്ത് ചൊല്ലുറുമില്ല, ഇന്ന ഔലിയാ ചൊല്ലുള്ള പേരെടുക്കില്ല. ആയെങ്കിൽ നിങ്ങൾക്ക് സൂചനത്തോടു കൂടി മനസ്സിലാവും നിങ്ങളെ ഉസ്താദുമാർ പഠിപ്പാട്ടിയത് റമളാൻ തിങ്കളിൽ നോമ്പടിക്കാത്ത ഔലിയാ, റമളാൻ തിങ്കളിൽ നോമ്പടിക്കാത്ത ഔലിയാ. ഈ ഔലിയക്ക് എന്ത് തഖ്വയിത്തികളുള്ളത്? തഖ്വത്തോട് കണ്ടുണ്ട നോമ്പടിക്കാത്തവർക്ക് ഫർളായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള നോമ്പടിക്കാത്ത ഔലിയാ, സിഗരറ്റ് വലിക്കുന്ന ഔലിയാ, 6 വർഷം കുളിക്കാത്ത മിനിമം ജുമാ കുലി പോലും കുളിക്കാത്തകത്തെ നാരി പൊട്ടതായ വ്യക്തി, ഈ വ്യക്തിമാരായിട്ട് നിങ്ങൾ ഔലിയാ ചൊല്ലുന്നത് എന്ത് സഹോദരന്മാരെ? അല്ലാഹുവിന്റെ ഖുർആൻ സ്വീകരിക്കണ്ടേ? 6 വർഷം കുലിക്കാത്തത് വെറുതെ ചൊല്ലല്ല, ആരോപിക്കറല്ല. നിങ്ങൾ കേൾക്കറെന്തായെങ്കിൽ നിങ്ങൾ ഉസ്താദ്മാരെ ക്ലാസ് എടുക്കുന്നത് റെഡിയുള്ള ഒരു പ്രോബ്ലം ഇല്ല. ഉസ്താദ്മാരെ ചൊന്നത് ഇത്തിക്കറ് പ്രത്യേകമായിട്ടും നിങ്ങൾ ഉണ്ടാക്കി ചൊന്നതല്ല. 6 വർഷം കുലിക്കാത്തത് മിനിമം ജുമാ കുലിയെങ്കിൽ കുലിക്കണ്ടേ? അതുപോലെ കുലിക്കാത്ത ആളെ ഇത്തിക്കറ് ഔലിയാ ചൊല്ല് അറിയപ്പെട്ടത് എത്ര അപകട സഹോദരന്മാരെ ചിന്തിക്കും. ഉസ്താദ്മാർ വഞ്ചനാക്കിയാർ ഹക്കൈത്തിക്കറ് അതിനങ്ങനെ സ്വീകരിക്കും. കാശിക്ക് വേണ്ടിയിട്ടും നിങ്ങളെ സമ്പത്ത് ഊട്ടക്ക് വേണ്ടിയിട്ടും ഉസ്താദ്മാർ വഞ്ചനാക്കിയാറ്. ഇതൈത്തിക്കറ് ഹക്കൈത്തുള്ള വിഷയ. അതിന് മേലിൽ സലഫിനകളുടെ മേൽ ആരോപണ നിങ്ങൾ ഔലിയാമാരെ നമ്പാത്തങ്ങ ചൊല്ലും ഇല്ല സഹോദരന്മാരെ. ഇതിന് യഥാർത്ഥമായിട്ടും യഖീനോട് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കൊരു സലഫി പ്രസ്ഥാനത്തെ ആൾമാർ അങ്ങ് ഔലിയാക്കന്മാരെ വിശ്വസിക്കണങ്ങൈത്തിക്കറാറ്. ഇത്ര ചൊല്ലുമ്പത്തേക്ക് ഉസ്താദ്മാർക്ക് പേടി തുടങ്ങി. സാധാരണ ഉണ്ടാവുന്ന പേടി എത്തിക്കറ് ഇനി ആൾമാരെല്ലാം സലഫിയായ നീ സജിപ്പറായത്തിൽ മുക്കാപ്പാതി സലഫിയാവും, പേടിക്കണ്ട. ഇനിയുണ്ട്, ഇനിയും ചൊല്ലുകൊണ്ട് നിങ്ങൾ കേട്ടമേ ഇനി സ്വീകരിക്കുന്നതും സ്വീകരിക്കാൻ തിക്കരുത് നിങ്ങൾക്ക് വിട്ടതേറ്റിക്കരുത്. കാരണം ഈ റായത്തില് പ്രത്യേകമായിട്ടും ചൊല്ലിയ സഹോദരന്മാരെ പല ആരോപണം കേട്ടകത്തെ വിട്ട റായത്ത് നിങ്ങളെ ഇഷ്ടപ്പെട്ടകത്തെ നിങ്ങളെ സഹോദരന്മാരായിട്ടുള്ള സലഫീന ആൾമാർ അങ്ങനെ നിങ്ങളെ പല രൂപത്തെ ആരോപണം കേട്ടാറ് സഹിച്ചാറ് നമ്പലുണ്ടായിര് രാജാറുണ്ടായിര് അയങ്ങനെ എതിർച്ചൊന്നും പൽക്ക പറഞ്ഞിട്ടില്ല, ആരടിക്കുക മന്തില്ല, ഉപദ്രാക്കുക മന്തില്ല. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് അരിപ്പാട്ടിയല്ലേ ഞങ്ങളെ മേൽ ആരോപണം എത്തിക്കരുത്. ഇതല്ല യാഥാർത്ഥ്യ മനസ്സിലാക്കുക. ഉസ്താദുമാരെ എന്നൊരു ആരോപണം എന്നെയും പിടിച്ചതില്ല പോയിട്ട് ഈ സമുദായമേ പോയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പല്ല് നിറയെ ചൊല്ലുള്ള ബേജാറില്ല, അതിലൊരു കൊസിയുമില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓരോരുത്തരെ ഹൃദയത്തിൽ എത്തണായ വിഷയത്തിന്റെ 4 അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് അവൻ സ്വർഗ്ഗത്തിൽ എത്തണു, ജന്നാത്തുൽ ഫിർദൗസിൽ എത്തണു. ഈ റായത്തെ ഓരോ വ്യക്തിത്വം 4 അല്ലാഹുവേ ആ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തണു. അല്ലാഹു അതിലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പിന്നെ ഉസ്താദ്മാർ ആരോപണ ഈ സലഫി പ്രസ്ഥാനത്തെ ആൾമാർക്ക് കറാമത്ത് ചൊല്ലുന്നതില്ല. കറാമത്ത് ചൊല്ലുന്നത് നമ്പാത്ത ആൾമാരെ ഇത്തിക്റാറ് സലഫിനക ആരോപണല്ലേ? നിങ്ങൾ കേട്ടതല്ലേ, പിടിയുന്നതല്ലേ? ഈ റായത്തിലും പല റായത്തിലും ചൊല്ലകത്തതല്ലേ ഉസ്താദ്മാർ സലഫി പ്രസ്ഥാനത്തെ ആൾമാർക്ക് കറാമത്ത് ചൊല്ലുന്നില്ല, അങ്ങ് കറാമത്ത് അംഗീകരിക്കില്ല, അങ്ങ് കറാമത്തിന് മേലൊരു വിശ്വാസവുമില്ല. മനസ്സിലാക്കി വെക്കൂ, ഹൃദയത്തിൽ സീലിട്ട് വെക്കൂ. തീരെത്തായി ഉസ്താദൊട്ടിಗೆ ചൊല്ലರು സലഫി പ്രസ്ഥാനത്തെ ആൾമാർ കറാമത്ത് നമ്പറകൈത്തിക്கிறாർ ഉസ്താദെ. ഇനി വെറുതെ നിങ്ങൾ സ്പീച്ച് ആക്കി ആൾമാരെ വഞ്ചനാക്കണ്ട, ഞങ്ങളെ മേലെ ഇനി കളവ് ചൊല്ലണ്ട. മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾക്ക് തിരിഞ്ഞത് ചിലപ്പോൾ ഉസ്താദ് തിരിയണം ചെന്നില്ല, അത് മനസ്സിലാക്കി വെക്കും. അങ്ങനെ എന്തായാലും കറാമത്തിന് നമ്പറാറാ നമ്പറ അയങ്ങ എല്ലാ കറാമത്തിന് നമ്പറാണ് നോക്കാം. ഏത് നമ്പല്ല ഏത് നമ്പറാ ഒന്ന് പരിശോധിക്കാം. ഉസ്താദുമാർ ചൊന്നതായേ നോക്കൂ, ഒരാളെ പേരെടുക്കില്ല. അയങ്ങ നിങ്ങൾ കേട്ട് നിൽക്കുവാറ് ഫ്ലൈറ്റ് ആകാശത്തിൽ ഇങ്ങനെ പാരി ഒന്നിക്കുന്ന സന്ദർഭത്തില് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ഫ്ലൈറ്റില് എന്താ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ചിലപ്പോ അത് ഭൂളിനകത്തെ സാഹചര്യം ഉണ്ടാവും ചൊന്ന് പിടിയേറ്റോല. അങ്ങനെ അത്രമാ വർഷം മുതൽ മറിച്ചു കരുന്നതായ ഒരു ഔലിയ അയാൾ പോയി താ ഫ്ലൈറ്റിൽ സമാക്കിയിട്ട് ഫ്ലൈറ്റ് അറ്റൻഡർക്കും പിടിയിട്ടില്ല, ഫ്ലൈറ്റിൽ മാറുപാട്ടിയുള്ള ആൾക്കും പിടിയിട്ടില്ല, അതേപോലെ ലോകത്തുള്ള ഒരു ന്യൂസ് ചാനൽക്കും പിടിയിട്ടില്ല, ലോകത്തുള്ള ഒരു മനുഷ്യന്മാർക്കും പിടിയിട്ടില്ല. അയങ്ങ ഉസ്താദുമാർക്ക് പ്രത്യേകമായിട്ട് വഹി വന്നു. ഫ്ലൈറ്റിൽ ഇന്ന ആൾക്കും പിടിയില്ലെങ്കിൽ സംഭവമായിരുന്നു. ഫ്ലൈറ്റ് ഓടുപാട്ടങ്ങനത്തെ പൈലറ്റും പ്രോബ്ലം കണ്ടെത്തില്ല, ഉസ്താദിനെ കണ്ടെത്തി. ഈ കറാമത്ത് അംഗീകരിക്കണ നിങ്ങൾ അംഗീകരിക്കാറാ?
മനസ്സ് തൊട്ട് ചൊല്ലറു ഇത് അംഗീകരിക്കുക സാധ്യമാ ഇല്ല. ഡൽഹിയിലെ പ്രത്യേകമായിട്ട് ഡൽഹിയിലുള്ള ഒരു കറാമത്ത് ഒരു ഉസ്താദ് കാസർഗോഡ് വന്നു ആൽമാരത്തിൽ ചൊല്ലിയ കറാമത്ത് എന്ത് കറാമത്ത് ഒരു വ്യക്തി ഒരു പെണ്ണൈത്തുള്ള ഒരു വ്യക്തി ഒരു പെണ്ണ് അയിമക്ക് കല്ല് കച്ചവടം ബിസിനസ് ലോസിലേക്ക് പോയല്ലേ അങ്ങനെ ഒരു ഔലിയറെ മുട്ട പോയിട്ട് ആ ഔലിയാവട്ടെ ഒരു ലെറ്റർ എഴുതി കൊടുത്തു ഒരു പദ്യം എഴുതി കൊടുത്തു എന്നൊരു ചൊല്ലു ഇന്ന അങ്ങാട്ടിൽ വെച്ചെടുത്താൽ അടിപൊളി ബിസിനസ് ആയിത്തിക്കറ് ഏത് ബിസിനസ് കല്ലറ ബിസിനസ് അള്ളാഹു ഹറാമാക്കിയതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയതായ സ്വഹാബിമാർ പരിപൂർണമായിട്ടും വിട്ടതായ ആ കല്ലറ ബിസിനസ് ഡെവലപ്മെന്റ് ആക്കി കൊടുത്ത ഔലിയ ഇത് കറാമത്ത. ഈ കറാമത്ത് അങ്ങ് അംഗീകരിക്കണം. നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് പിടിയില്ല, അങ്ങ് അംഗീകരിക്കില്ല. ഇത് കറാമത്തല്ല. ഇത് ഉസ്താദ്മാരെ ബായിൽ വണ്ണകത്തെ ബടായിത്തിക്കറ്. കാരണം ഇങ്ങനത്തെ ചൊന്നെങ്കിൽ മാത്രമേ നിങ്ങളെ കാശ് ലൂട്ടിയാക്കോ സാധ്യ. അതുകൊണ്ട് ലൂട്ടിയാക്കിയാറ് നിങ്ങൾ ഉള്ള കാശ് എടുത്തും കൊടുത്താറ്. ഇതും ഈ കാസർഗോഡ് ജാഗ്യത്തില് ഒരു ഉസ്താദ് വന്ന് സ്പീച്ചാക്കിയ സ്പീച്ച് എത്തിക്കറ് ഹക്കല്ലേ, നിഷേധിക്കാൻ സാധ്യല്ല. അതേപോലെ പല രൂപത്തിൽ കറാമത്ത് എത്തിക്കറ് ഉസ്താദ്മാർ ആൽമാർ വന്ന് ചൊന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും കറാമത്തല്ല. അങ്ങനെ അത്തായെങ്കിൽ സലഫിറങ്ങ വിശ്വസിക്കാറ് ചൊന്നാലല്ലേ കറാമത്ത്. ഏതെത്തിക്കറ കറാമത്ത് ആ കറാമത്തിനൊന്നും അരിപ്പാട്ടി തരാമാ. സ്വഹാബിമാരെ ജീവനത്തിൽ പല കറാമത്തും ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല മുഅ്ജിസത്തും ഉണ്ടായിരുന്നു. അംഗീകരിക്കണമെങ്കിൽ ഒരു സംശയവുമില്ല. കറാമത്തിൽ വെച്ചത് വലിയൊരു കറാമത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ നമുക്ക് പഠിപ്പാടി തന്ന ഉസ്താദ്മാർക്ക് ഈ കറാമത്ത് ചൊല്ലുക ഒരു പേടി. അല്ലാഹുവിന്റെ ഖുർആനിലുള്ള കറാമത്ത് ചൊല്ലുക ഒരു പേടി. അതുകൊണ്ട് ഈ ഉസ്താദ്മാർ സ്പെഷ്യൽ കറാമത്ത് എടുത്തു വന്നുള്ളത് നിങ്ങളെ മങ്കാക്കും. അതുകൊണ്ട് മങ്കാവണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കും. ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആൽ ഇംറാനിൽ പ്രത്യേകമായിട്ടും ഒരു കറാമത്ത് വിശല്ലാഹു നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ ഔലിയാത്തുൽ ഔലിയത്തൈത്തുൽ ആ പെണ്ണുങ്ങളിൽ നിന്ന് അല്ലാഹു ഒരു കറാമത്ത് പ്രകടാക്കിയ മിഹ്റാബിലുള്ള സന്ദർഭത്തിൽ സക്കരിയ നബി ഇങ്ങനെ പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഫുഡ് ഉണ്ട്. ഓർത്ത മറിയം യാ മറിയം അന്നാലകി ഹാദാ, ഓ മറിയമേ ഈ ഫുഡ് നിനക്ക് ഓർത്ത് കിട്ടിയെന്ന് കേട്ടപ്പ മറിയം ബീവി ചൊന്നത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്ന് ദിക്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചെങ്കിൽ എത്ര കൊടുക്കുക, കണക്കില്ലാത്തത്ര കൊടുക്കുക. ഇത് കറാമത്തല്ലേ. അംഗീകരിക്കുന്ന സലഫി പ്രസ്ഥാനത്തെ ആൾമാർ. പിന്നെ ഉസ്താദ് കളവ് ചൊന്നേ അതൊരു വിശ്വം. ഉസ്താദ്മാർ സലഫിരങ്ങ കറാമത്തെ വിശ്വസിക്കില്ല ചൊന്നെങ്കിൽ മാത്രമേ ഉസ്താദ്മാരെ കീസക്ക് ചിലത് നാം ഭൂളണല്ലേ. ഞങ്ങൾ എത്ര ചൊന്നെങ്കിൽ നിങ്ങൾക്ക് ഭൂളല ആയെങ്കിൽ നിങ്ങളെ കീസക്ക് ഭൂളുണ്ടായെങ്കിൽ ഇല്ലാത്ത കറാമത്ത് ചൊന്നെങ്കേ നടക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔലിയല്ലേ. ഉസ്താദ്മാർ സ്റ്റേജ് കെട്ടിയത് കറാമത്ത് ചൊല്ലു റെഡിയുള്ളാറാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഔലിയല്ലേ. എന്തുകൊണ്ട് കറാമത്ത് ഇങ്ങനെ ചൊല്ലുക റെഡിയാവില്ല? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഔലിയല്ലേ. അലി ഇബ്നു അബി താലിബ് ഔലിയല്ലേ. സഹാബത്ത് ഔലിയമാരല്ലേ. എന്തുകൊണ്ട് കറാമത്ത് അങ്ങനെ ചൊല്ലില്ല? അങ്ങനെ ചൊല്ലുണ്ടായെങ്കിൽ പ്രൂഫ് കൊടുക്കണം. അതുകൊണ്ട് ഇന്നാലെ മറിച്ചാലെ ചൊല്ലുണ്ടായി പ്രൂഫ് കൊടുക്കണ്ട. അങ്ങനെ എന്തും പടായി വിടാം. ദൈത്തിക്കൊരു സംഭവം മനസ്സിലാക്കും. മനസ്സിക്ക് തട്ടിതിരികെ കുറവും ഉസ്താദുമാർ വഞ്ചനാക്കിയാറ അതേ ആക്കിയാറ് കറാമത്തിന്റെ പേരിൽ നിങ്ങളെ വഞ്ചനാക്കിയാറ് സഹോദരന്മാരെ. ഇത് മനസ്സിലാക്കി വെക്കും. അങ്ങനെ തായെങ്കിൽ ഈ മറിയം ബീവിയുടെ കറാമത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇട്ടകത്ത് ഗുണപാഠങ്ങൾ നോക്കൂ. സക്കരിയ നബി അലൈഹിസ്സലാം പൈസയിട്ടുള്ള ഒരാളെ എത്തിക്കറ്. പൈസയിട്ടുള്ള സന്ദർഭത്തില് അയാളൊരു ആഗ്രഹം എത്തിക്കറ്. നക്കൊരു സന്താന വേണു ചൊല്ലുള്ളത്. അയാൾക്ക് സന്താനില്ല. നക്കൊരു സന്താന വേണു ചൊല്ലാൽ കൊതിച്ചിട്ട് ഈ കറാമത്ത് കണ്ട സന്ദർഭത്തില് ഞങ്ങളെ രായത്തിൽ തായെങ്കിൽ ആറിനത്തെ എത്തിക്കറ് കറാമത്ത് പ്രകടായത് ആ വ്യക്തിയെ വിളിച്ചു വാർക്കാറ്, അയാളെ ബർക്കത്തെടുത്ത് വിളിക്കാറ്, അല്ലെങ്കിൽ അയാളെ മുത്തുറുതും തട്ടയിട്ടതും പല രൂപമുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാം ഈ കറാമത്ത് കണ്ടപ്പോ അവിടെ ആക്കിയ രൂപമേ വേറെ. അവിടെ ആക്കിയതാവട്ട് സലഫിരങ്ങാക്കരുത് എത്തിക്കരുത്. ആശ്ചര്യ. അള്ളാഹുവിന്റെ ഖുർആനിൽ സലഫിരങ്ങളെ രൂപ എത്തിക്കറ അള്ളാഹു ഖുർആനിൽ പഠിപ്പാട്ടി. അതേ സക്കരിയ നബി അലൈഹിസ്സലാം കറാമത്ത് കണ്ടപ്പോ ഞങ്ങളെ രായത്തുള്ള ഉസ്താദുമാർ പഠിപ്പാട്ടി പോലെയല്ല പ്രതികരിച്ചത്. ഞങ്ങളെ രായത്തുള്ള ഉസ്താദുമാർ കറാമത്ത് കണ്ടെത്തായെങ്കിൽ ആ കറാമത്ത് ആർന്നിട്ട് പ്രകടിത്ത അകലെ മുത്തുർന്നും പ്രത്യേകമായിട്ടും തട്ടയിട്ടത് ഒരു കോല കണ്ടതും അതേപോലെ അകലെ ബർക്കത്തെടുക്കുന്നതും അകലെ വിളിച്ച് ദ്വാർക്കുന്നതും ഇതേത്തിക്കര ഉസ്താദുമാർ പഠിപ്പാട്ടിയത്. അള്ളാഹു ഇതല്ല പഠിപ്പാട്ടി. അള്ളാഹു വേറെ പഠിപ്പാട്ടി. സലഫിനകളെ ജീവിതത്തിലുള്ള ദൈത്തിക്കർ അള്ളാഹു പഠിപ്പാട്ടി. ഖുർആൻ എടുത്തു നോക്കൂ.
ഉസ്താദിനോട്ട് പോയി കാട്ടറും ഉസ്താദ് ഇതല്ലേ ഖുർആൻ ഉള്ളത് എന്തേ ദിക്ർ അല്ലാഹു ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് നോക്കൂ ഹുനാലിക ദആ സക്കരിയ റബ്ബഹ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ ഈ കറാമത്ത് കൊടുത്ത് അല്ലാഹു നക്കൊരു സന്താനത്തെ തരകും സാധ്യ ഈ കറാമത്ത് ആർക്ക് ഈ മറിയം ബീവിക്ക് കറാമത്ത് പ്രകടമാക്കിയത് അല്ലാഹ് നിന്റെ ഖാലിഖും മാലിക്കും വദൂദും ജബ്ബാറൈത്തുല്ല റാസിഖൈത്തുല്ല അല്ലാഹ് ആ റബ്ബൈത്തുല്ല അല്ലാഹു ഈ മറിയം ബീവിക്ക് ഈ കറാമത്ത് മുഖാന്തര ഈ ഫുഡ് കൊടുക്കാൻ സാധിക്കും തായെങ്കിൽ നക്ക് സന്താനത്തെ തരകും സാധ്യ അതുകൊണ്ട് സക്കറിയ നബി വിളിച്ചിട്ട് അല്ലാഹുവേ നിനക്ക് സന്താനത്തെ താ അല്ലാഹ് നടുവിൽ ഈ മരം ബർക്കത്ത് എടുത്തിട്ടില്ല പ്രത്യേകമായി ഈ മരം വിളിച്ച് ദുആർന്നിട്ടുമില്ല ഉസ്താദുമാർ കാട്ടുകത്ത് ഒന്നുമില്ല ഇതേ ദിക്ർ സലഫിമാർ വിശ്വസിക്കരകത്തെ കറാമത്ത് ഒരു ചൊമ്മ വിശ്വണ്ട് ആയി കൊടുക്കുന്നു ഓനൊരു ആരോപണ ദിക്ർ പിന്നെ ആരോപണമില്ല ആറാമത്തെ ആരോപണ ദിക്ർ അതേ ദിക്ർ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല പ്രധാനമായിട്ടുള്ള ഒരു ആരോപണ ഉസ്താദുമാർക്ക് ഈ ആരോപണ ആക്കില്ല ಅಂತ ജീവിക്കോ സാധ്യല്ല ഉസ്താദുമാർക്ക് മിക്കോದು സാധ്യല്ല കേട്ടു നോക്കോർവേനെ എന്ന് ദിക്ർ ആരോപണ ഹബ്ബുർ റസൂൽ ഇല്ലാത്തങ്ങനത്തെ ഒരു സമുദായം ഉണ്ടെങ്കിൽ അത് സലഫിമാർ ദിക്റാറ് എനിക്ക് റസൂലിന്റെ മേലൊരു ഹബ്ബില്ല ഒരു തിരസമേ ഇല്ല ഒരു തിരസത്തെ ഒരു കണ്ട പോലുമില്ല ദിക്ർ സലഫിന്റെ മേലുള്ള ആരോപണം നോക്കാം എന്ത് ദിക്ർ അങ്ങനെ ചൊന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിട്ട് ഒരുത്ത സ്വന്തം നഫ്സിനെക്കാളും അവന്റെ മക്കളെക്കാളും അവന്റെ അപ്പന്മാരെ കാട്ടിയും ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരെ കാട്ടി ആരാ അവന് നല്ല ഇഷ്ടാക്കുന്നോടത്തോളം അവന്റെ ഈമാൻ പൂർത്തിയാവില്ല അങ്ങനെ എന്താ കേൾക്കൊരു ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരെ കാട്ടിയും അപ്പന്മാരെ കാട്ടിയും ഞങ്ങളെ സന്താനത്തെ കാട്ടിയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളെ ജീവിതത്തിലെ ഹബ്ബ് അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയമില്ല ഒരു ഡൗട്ടുമില്ല കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇരിക്കുവാർ ഇങ്ങ കളവ് ചൊല്ലിക്കും അതുകൊണ്ടല്ലേ സലഫി പ്രസ്ഥാനത്തെ ആൾമാര് മുഖം നോക്കി ഉസ്താദുമാർ തമാസാക്കോട് പഠിപ്പാട്ടിയാർ എന്തായിത്തിക്കറ് മുഖത്തിൽ തേനിച്ചൊരു ഗൂണുണ്ടോല ഏതൈത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിറച്ചു വെച്ചതായ താടി റസൂൽ ചൊല്ല് താടി വിടറു ആ താടിരെ ഉസ്താദുമാർ തമാസാക്കോട് പഠിപ്പാട്ടിയാറ് കാരണം എന്തേ ഉസ്താദുമാർക്ക് ഹബ്ബില്ല ആൾമാരെ തമാസാക്കിയാർ എന്റെ മക്കത്തെ മുശ്രിക്കുമാർ തമസാക്കിയാറ് ഇന്ന് ഉസ്താദുമാർ തമസാക്കിയുള്ള മണികണ്ഠ മേൽ പാന്റ് നിങ്ങളെ ഡ്രസ്സറെ മണികണ്ഠ മേലാക്കരു അതിന് കീഴിൽ നരകത്തിൽ റസൂൽ പഠിപ്പാട്ടിത് റസൂലിന്റെ ഹബ്ബാക്കരൻ താൽമാർ ആറ് തമസാക്കിയെങ്കിലും പല രൂപത്തിൽ തമസാക്കിയാറ് നടന്നു പോകുമ്പോൾ ചൊല്ല തുടങ്ങിയാറ് ചില പാന്റ് മേലാക്കൂടെ വെള്ളം വന്നത് എന്തിന് സലഫിനെ തമാസാക്കും എന്തിന് തമാസാക്കരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിസാക്കിയതിന്റെ പേര് ഹക്കല്ലേ നേരല്ലേ ഇനി സംശയം ഉണ്ടെങ്കിൽ ഇശാ നിസ്കാരത്തിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ സഫിലൊന്ന് നോക്കൂ മുക്കാപ്പാതി പാന്റും കാൽറടിയിലല്ലേ മണികണ്ഠ കീഴല്ലേ എന്തുകൊണ്ട് അങ്ങനായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഹബ്ബ് നിങ്ങൾ അങ്ങനെ ആവണ അങ്ങനല്ലല്ലേ ഇക്കോളായത് മണികണ്ഠ മേലിക്കണ്ട പാന്റ് അപ്പൊ ഓടെ പോയിട്ട് ഹബ്ബ് റസൂൽ പോയി ആയെങ്കിലും ഉസ്താദ്മാർക്ക് ബേജാർ ഇനി പിടുത്തമുട്ടു ഇനി റായ മൊത്തം സലഫി അവരെ പേടി വന്നു അങ്ങനെ ഇനി എന്ത് ആരോപണാക്കണു ഇനി പുതിയതെന്ന് പറഞ്ഞു ലോകത്തിലെല്ലാ മുസ്ലിംമാരും ഈദ് മിലാദ് ആഘോഷിക്കുമ്പോ ഈ സലഫിനെ ആഘോഷിച്ചാറാ ഇങ്ങ ആന്റി ഈദ് മിലാദിന് ആൾമാരല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിച്ചുണ്ടായിക്ക് ഇല്ല ഉസ്താദ്മാർ ചൊല്ലിയത് സലഫിനക്ക് ചൊല്ലുന്നത് ഉസ്താദ്മാരെ അവിടെ സ്റ്റോപ്പ് ആക്കണ്ട ഒന്നുകൂടി മേൽ പോകും എന്നിട്ട് ചൊല്ലു സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഈദ് മിലാദ് ആക്കാത്തെ മുഹമ്മദുർ റസൂലുള്ളാഹ് ആന്റി ഈദ് മിലാദിന് ആളായിത്തിക്കർ ഒന്നാമത്തെ നമ്പർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആന്റി ഈദ് മിലാദിന് ആളായിത്തിക്കർ ഉസ്താദ് വന്ന് മൈക്കിൽ നിന്ന് ജോർ ചൊല്ലു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആന്റി ഈദ് മിലാദിന് ആളായിത്തിക്കർ ഒന്ന് ചൊല്ലു
ഉസ്താദ്മാർ പാട്ട് പാടിയാറ് 300 വർഷത്തിന് പിന്നെ ഇത്തിക്കറ് വന്നേ ചൊന്തു നിങ്ങൾ ഉസ്താദ്മാർ പാടി പാട്ടല്ലേ പാട്ട് മറന്നാറാ മലയാളത്തിൽ കൊണ്ട് പാടില്ല ചിലപ്പോ തപ്പി എന്താ അതിൽ പിടിച്ചില്ല പാടിത്തേ 300 വർഷത്തിൽ പിന്നെ ഇത്തിക്കറ് വന്നേ ചൊന്തു ഉസ്താദ്മാർ പാടിത്തില്ലേ ഹക്ക ഇത്തിക്കറ് അപ്പൊ ഈ 300 വർഷത്തെ മുന്നോൽ എന്തിനാ ഇത്തിക്കറ് സംഭവ അതേ ഇത്തിക്കറ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ താബഈമാരും താബഈമാരും ജീവിച്ച കാലഘട്ട റസൂൽ സർട്ടിഫിക്കറ്റ് തന്നതായ കാല ഈ കാലത്തുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കൂ ആ കാലത്തില്ല അതുകൊണ്ട് സലഫി പ്രസ്ഥാനത്തെ ആൾമാർ അതിനെ വിട്ടാർ എന്നിട്ടും മയ്യാവില്ലേ ഒന്നുകൂടി കേൾക്കൂ ഉസ്താദ്മാരെ ചൊന്നാർ എന്തിനെ ഈദ് മിലാദ് ആഘോഷിക്കരുത് ബിദ്അത്തുൻ ഹസന സംശയമുണ്ടാ ഇല്ലല്ലേ ഒന്നേ ചൊല്ലൂ അതൊന്നും ക്ലിപ്പിടാ കാരണം ഉസ്താദ്മാർ പല മോത്തും സ്പീച്ച് ആക്കിയത് ഈദ് മിലാദ് ആഘോഷിക്കരുത് ബിദ്അത്തുൻ ഹസന എന്നിട്ട് ഉസ്താദ് ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് നല്ല വിദഅത്ത് ഉസ്താദ് മാത്രം പാതി ട്രാൻസ്ലേറ്റ് ആക്കിയിട്ടല്ല മങ്കാക്കി കലി കളിച്ചതോടെ ആൾമാർക്ക് പിടിയിട്ടില്ല ബിദഅത്തുൻ ഹസന ചൊന്തു ഉസ്താദ് ട്രാൻസ്ലേറ്റ് ആക്കുമ്പോ പാതിരി ചൊന്തു നല്ലത് പിന്നൊന്ന് ചൊല്ലുമ്പോ റബിയെ ചൊന്തു ബിദഅത്ത് എന്തേ ഉസ്താദ് അവിടെ കളിച്ചേ അവിടെ കലി നടന്നിട്ടല്ലേ എന്താ ഇത്തിക്കറ കലി അതൊന്നും കൂടി കേൾക്കും ഇനി ഉസ്താദിട്ട് പോയി കേൾക്കും ആ കലി എന്ന് ചൊന്നെങ്കിൽ ഈ ബിദഅത്ത് ചൊന്തുള്ള പദത്തെ ഉസ്താദ്ക്ക് ട്രാൻസ്ലേറ്റ് ആകത്തില്ല ഭംഗ പ്രയാസം അതാക്കി എന്തായെങ്കിൽ നിങ്ങൾ കുർത്തുബുദ്ധിര ആൾമാർ പ്രത്യേകമായിട്ടും ഈ റായത്ത് അതേപോലെ ബീസ് റോഡ് ഈ ഭാഗമെല്ലാം നാണ് പല്ലിൽ ഇന്നോണ ഇത്തിക്കറ പല ഉൾട്ട ക്വസ്റ്റൻ കേൾക്കുന്ന ആൾമാരെ ഇത്തിക്കറ നാണ് കണ്ടെത്തുള്ളത് ഒരു ക്ലാസ് എടുത്ത് എന്തായെങ്കിൽ ഉൾട്ട ക്വസ്റ്റൻ ഇത്തിക്കറ പണ്ടത് പേടി ഇനി ആൾമാർ വന്നതിന് ഉൾട്ട ക്വസ്റ്റൻ കേട്ടെങ്ക എന്താ ഇത്തിക്കറ സംഭവം ബിദഅത്തുൻ ഹസന ചൊന്ന ഉസ്താദ് ബിദഅത്തിനെ ട്രാൻസ്ലേറ്റ് ആക്കും ഉസ്താദിന് പേടി കാരണം ആക്കി എന്തായെങ്കിൽ നാളെ മുക്കാപ്പാതി സലഫിയാവും നാളെ മുക്കാപ്പാതി മുക്കാകണ്ടാവും കാരണം എന്തേ ബിദഅത്ത് ചൊന്നതിന് അർത്ഥം ഉസ്താദ് വെക്കട്ട് ഇസ്ലാമിലില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലില്ലാത്ത സ്വഹാബിമാരെ ജീവിതത്തിലില്ലാത്ത താബഈമാരെ ജീവിതത്തിലില്ലാത്ത അത്ബതാബഈമാരെ ജീവിതത്തിലില്ലാത്ത 300 വർഷത്തെ സ്വഹാബിമാരും ഈ ജീവിതത്തിലില്ലാത്തവന്റെ ഒന്നു അതേ ഇത്തിക്കറ ബിദഅത്ത് അതിലും നല്ലത് അത് നല്ലതോടെ സൈഡിൽ വെക്കും അത് ബെഡ്ക ഇത്തിക്കറ ഒന്നുകൂടി ഒന്നുകൂടി സംശയം ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കൂ പെരുന്നാൾ നിസ്കാര എല്ലാ ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം കിതാബുൽ ഈദൈൻ രണ്ട് നിസ്കാരത്തെ വിഷയത്തിൽ അതിലുള്ള മസ്അല ഒന്നാമത്തെ റക്അത്തിൽ എത്ര തക്ബീർ രണ്ടാമത്തെ റക്അത്തിൽ എത്ര തക്ബീർ ആ തക്ബീറുകളിൽ എന്ത് ചൊല്ലണ്ടേ എത്ര റക്അത്ത് ഉണ്ട് ഈ റക്അത്ത് ഖുതുബത്തെ മുന്നോല ഖുതുബത്തിൽ പിന്നമ പല ചർച്ചയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് ഉസ്താദ്മാർ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് ഉസ്താദ് ഉസ്താദെ ഇത്രയെല്ലാം ചൊല്ലി നിങ്ങ ഈ ഈദ് മിലാദിന്റെ നിസ്കാരം എവിടെ പോയിട്ട് ഉസ്താദേ ഈ ഈദ് മിലാദ് എന്ത് റസൂൽ നിസ്കാര പഠിപ്പാട്ടത് മറന്നുത്താ റസൂൽക്ക് മറന്നുത്താ റസൂൽ ബിസി ആയിത്താ അങ്ങനല്ലല്ലോ ദീനങ്ങളല്ല സ്വഹാബിമാർ പഠിപ്പാട്ടത ആകാശത്തിൽ പാറിയുള്ളതായ ഒരു പക്കി ആ പക്കിയിൽ നിന്ന് അതിൽ രണ്ട് വിട്ട് റെക്കവിട്ട് പാറിയുള്ള പക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്തുകില്ല എന്നൊരു ഇൽമിനെന്തായെങ്കിൽ അതിനെ ചൊല്ലാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയിട്ടില്ല പിന്നെ നിങ്ങൾ ഉസ്താദ്മാർ ചൊല്ലതായ ലൈലത്തുൽ ഖദറിനെക്കാളും ശ്രേഷ്ഠമായി ദിക്ർ ഈദ് മിലാദ് ചൊല്ലുന്നത് ചൊല്ലുമ്പോ പിന്നെ എന്തുകൊണ്ട് ഈ ദിക്ർ ഖുർആൻ ഹദീസിൽ നിന്ന് ഒരു സുന്നത്ത് നിങ്ങൾക്ക് കിട്ടാത്തത് പുതിയ ഡ്രസ് ഇടും ഒന്നാമത്തെ പെരുന്നാൾക്ക് തിന്നാത്ത് പോണ രണ്ടാമത്തെ പെരുന്നാൾക്ക് തിന്നാത്ത് പോണ ഒരു തെരുവിൽ പോയി എന്നൊരു തെരുവിൽ പോണ അതിൽ പിന്നെ ബന്ധൽ പിന്നെ നിസ്കരിച്ചാൽ പിന്നെ ഉദുഹിയത്ത് കൊടുക്കണ ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എത്ര കൊടുക്കണം എല്ലാ മസാലം പഠിപ്പാട്ട് ഉസ്താദ് ഹദീസ് വെച്ചിട്ട് ഇങ്ങനെ ടക ചൊല്ലുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അതേ ഉസ്താദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വെച്ചിട്ട് ഈദ് മിലാദ് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ചിന്തിക്കൂ അപ്പൊ ഹുബ്ബുർ റസൂൽ ഇല്ലാത്തതല്ല അതേ ദിക്ർ മനസ്സിലാക്കുള്ള സഹോദരന്മാരെ ഇത് പ്രത്യേകമായിട്ടും നിങ്ങൾ അറിയൂ ഇതൊരു ആരോപണ ദിക്ർ ചൊല്ല് മനസ്സിലാക്കാം ഇതൊരു ആരോപണ ദിക്ർ ചൊല്ല് മനസ്സിലാക്കാം അതേപോലെ നിങ്ങൾക്ക് അറിയുകയില്ലെങ്കിൽ ഒരു വിഷയ ദിക്ർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു പോണ്ടതായ വിശ്വസിച്ചു പോണ്ടതായ മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലുന്ന ഷഹാദത്ത് കലിമത്ത് അംഗീകരിച്ചതായ മുസ്ലിംമാരുടെ മേലുള്ള എന്നൊരു ആരോപണ കാണാ എന്താ ദിക്ർ ആരോപണ ഉസ്താദ്മാർക്ക് പിടുത്തു കിട്ടാം ഉസ്താദ്മാർ ചൊന്നാറ് ഒക്കെ ഔലിയമാരെ നമ്പർ 6 ചൊല്ല് വിശ്വസിക്ക കറാമത്ര നമ്പർ 6 ചൊല്ല് വിശ്വസിക്ക ആയെങ്കിലും നോക്കൂ ഈ ആൾമാർ ഔലിയാക്കന്മാരെ വിളിച്ചു ദുആർക്കരുത് എന്തുകൊണ്ട് എതിർക്കരേ എന്തുകൊണ്ട് സലഫി പ്രസ്ഥാനത്തെ ആൾമാർ
ഔലിയാക്കന്മാരെ വിളിച്ചു ദ്വാർക്കെതിരെ എതിർക്കരേ എന്താ കാരണ കേൾക്കറല്ലേ ഉസ്താദുമാർ സലഫി പ്രസ്ഥാനത്തെ ആൾമാർക്ക് എന്ത് കറാമത്ത് എന്ത് ഔലിയ ആ ഔലിയാക്കന്മാരെ വിളിച്ചു ദ്വാർക്ക ചെല്ലുമ്പോ തീരാ ചൊല്ലാർ എന്തുകൊണ്ട് ചൊല്ലേ മനസ്സിലാക്കാം ഇതിന്റെ ഹഖീഖത്ത് എന്തിനെ മനസ്സിലാക്കാം ഇതുപോലെ കാരണമുണ്ട് സഹോദരന്മാരെ ആ കാരണം ഇത്തിക്കറ് കഴിഞ്ഞ റമളാനില് മുത്തിത്ത് കപ്പാട്ടിന് വെച്ചതായ അൽ ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആൻ ഇത്തിക്കറ് ഈ റമളാനിൽ എടുക്കുകൊണ്ട് എല്ലാവരും കറക്റ്റ് ഒന്ന് എടുത്തു അത് എല്ലാ ആൾമാരൊട്ടിക്ക് ചൊല്ലുകില്ല ഇവിടെ ഉല്ലകൾട്ടും കഴിഞ്ഞ റമളാനില് മുത്തിത്ത് കപ്പാട്ടിന് വെച്ചതായ ഖുർആന്റെ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹത്തിൽ നിന്ന് നാസ്തോളൊന്ന് കറക്റ്റ് ഒന്ന് ഓതറു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല 40ാമത്തെ സൂറത്തിലെ 60ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ലുകാണ് വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ അല്ലാഹു എടുത്ത് പ്രഖ്യാപനാക്കിയത് പ്രഖ്യാപിക്കും എന്ത് പ്രഖ്യാപന സഹോദരന്മാരെ ഇവിടെ നോക്കൂ ഞങ്ങളുടെ രാജ്യത്തുള്ളൊരു വലിയൊരു പൈസക്കാരുണ്ട് വിചാരിക്കും ഞങ്ങളുടെ രാജ്യത്തുള്ളൊരു വലിയൊരു പൈസ ഉള്ള ഒരു വ്യക്തിയുണ്ട് അയാൾ ഞങ്ങളെ വിട്ടവൻ ചൊല്ലിട്ടു ദാ നിക്കൊരു പ്രയാസം വന്നിട്ടായെങ്കിൽ നീ നന്നൊട്ടിಗೆ നക്കൊരു ഫോണാക്ക് ഞാൻ നിക്ക് കാസെത്ത് പാട്ടെ നിക്കൊരു ബേജാറുണ്ടായെങ്കിൽ നിക്കെന്തെങ്കിലും പ്രോബ്ലം ആയെങ്കിൽ ഞങ്ങളുടെ മുട്ടബാ ഞാൻ നിക്ക് കാസ് തണ്ട ഇങ്ങനെ ഒരു വ്യക്തി ചൊന്നെന്തായെങ്കിൽ ഞങ്ങൾ മജ്ബൂറിന്റെ ടൈമിൽ നെൻപ്പ് വെച്ചിട്ട് അയാൾക്ക് പോയിട്ട് ഫോണാക്കിട്ട് അല്ലെങ്കിൽ അയാളെ മുട്ട പോയിട്ട് ഞങ്ങൾ കാസ് എടുക്കണം എന്തുകൊണ്ടു അയാൾ ഞങ്ങളെ വിളിച്ചിരല്ലേ ചുറ്റും അങ്ങനെ ಅಂತಾയെങ്കിൽ ഒരു മനുഷ്യക്ക് നിങ്ങൾ കൊടുക്കുന്ന ബല നിങ്ങളെ ഖാലിക്കും മാലിക്കും റാസിക്കുമായിട്ടുള്ള വദൂദായിട്ടുള്ള ജബ്ബാറായിട്ടുള്ള അല്ലാഹ് ആ റബ്ബുക്ക് എന്ത് നിങ്ങൾ ബല കൊടുക്കാത്തെ ആ റബ്ബല്ലേ നിങ്ങൾ ഒട്ടിക്ക് ചൊന്നത് വഖാല റബ്ബുക്കും ഇതാ നിങ്ങളെ റബ്ബ് ചൊന്ന ഉദ്ഊനി നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ നിങ്ങൾ എന്നെ വിളിച്ച് ദ്വാർക്കൂ അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരദണ്ഡ അല്ലാഹു ചൊന്നത് നിങ്ങൾ എന്നെ വിളിച്ച് ദ്വാർക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരദണ്ഡ ഉസ്താദ്മാർ ചൊല്ലി ഔലിയാക്കന്മാരെ വിളിച്ച് ദ്വാർക്കൂ ആരെ സ്വീകരിക്കണം അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ചിട്ട് ജീലാനി ദിനാക്കുമ്പോ വൈദിൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിളിച്ച് ദ്വാർന്നാർ അങ്ങനെ ടിക്കേക്കുള്ളത് ആ പള്ളിയുടെ വിഷയത്തിൽ അല്ലാഹു ചൊന്നത് എന്തിനെ ആ പള്ളിയുടെ വിഷയത്തിൽ അല്ലാഹു എന്തിനെ ചൊന്നേ ഒന്ന് ഉസ്താദിനൊട്ടിക്ക് കേൾക്കണ്ടേ നിങ്ങ ആ പള്ളിയുടെ വിഷയത്തിലും അല്ലാഹു ചൊന്നത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ പള്ളിയെല്ലാം അല്ലാഹുവിനുള്ളതായിത്തിക്കറ് അവിടെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ദ്വാർക്കണ്ട അല്ലാഹു പ്രഖ്യാപനാക്കിട്ട് അപ്പൊ ഉസ്താദ്മാർക്ക് പ്രോബ്ലം സഹിക്കുകയില്ല ബിസിനസ് ലോസ് ആയിത്തിക്കറ് നോക്കൂ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളെ കാസ് ലൂട്ടിയാക്കണം തായെങ്കിൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു പദ്ധതി കൊടുത്തെങ്കിൽ മാത്രം സാധ്യ ദ്വാർക്കു വേണ്ടിത്തും കാസ് എടുക്കേ ദ്വാർക്കര വ്യക്തി അവന്റെ റബ്ബ് ചൊന്നുള്ളത് നന്നൊട്ടിക നീನು ಜಾവും പോലും ತಪ್ಪಾಕ್ಯಪ್ಪ ನೀ ನನ್ನೊಟ್ಟಿಗೆ ನಾನು ಮಗಫಿರತ್ ತಂಡ ನಾನು ಪೊರ್ತು ತಂಡ ಚೊಂತ ಅಲ್ಲಾಹು ಚೊನ್ನ ಜಾವು ತಪ್ಪಾಕ್ಯೋಣೆ ನೀನು ಸುಬೈನಾರಾಮ ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಮಾಫ್ಕ್ಯ സുബൈനാര തപ്പാക്കോണേ നിന്റെ ജാവുറാരം അല്ലാഹു സ്വീകരിക്കുക റെഡിയുള്ള ജാവും പോലും നിങ്ങളെ റബ്ബൈത്തുള്ള ഖാലിക്കും മാലിക്കും ജബ്ബാറൈത്തുള്ള അല്ലാഹ് നിങ്ങളെ മഗ്ഫിറത്ത് നിങ്ങക്ക് മഗ്ഫിറത്ത് തര റെഡി തിക്ര നിങ്ങളെ മഗ്ഫിറത്ത് നിങ്ങക്ക് തരക റെഡി തിക്ര നിങ്ങളെ ഇസ്തിഗ്ഫാർ സ്വീകരിക്കുക റെഡി തിക്ര നിങ്ങളെ തൗബത്ത് സ്വീകരിക്കുക റെഡി തിക്ര ഉസ്താദ് ചൊല്ലത് ഔലിയാക്കന്മാരെ ബർക്കത്തെടുത്തെങ്കിൽ മാത്രം നടക്കും അങ്ങനെ ಅಂತಾಗಿ ഒന്നും വിശ്വാസ പണ്ടില്ലേ ഒന്നുകൂടി ക്ലിയർ ആക്കാം അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കൂ നിങ്ങൾ സലഫിരങ്ങളും കേൾക്കണ്ട സുന്നി ഉസ്താദുമാരെ കേൾക്കണ്ട അതേപോലെ നിങ്ങൾ സ്വീകരിക്കുന്നതായ ഏത് ഉസ്താദുമാരും കേൾക്കണ്ട അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾക്ക് സാധ്യവരത്ര ഇനി വിശ്വാസ പോയിട്ട് എല്ലാവരും വിശ്വാസ പോയിട്ട് ಅಂತಾയെങ്കിൽ ഒന്ന് ഖുർആൻ എടുത്തു നോക്കൂ അല്ലാഹുവിന്റെ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹത്തിൽ നിന്ന് സൂറത്തുൽ നാസ് തോലുള്ളങ്ങനത്തെ ദുആ എടുത്തു പോയിട്ട് ഉസ്താദിനോട് കേൾക്കൂ ഉസ്താദേ എന്തുകൊണ്ട് ഉസ്താദേ അല്ലാഹുവിന്റെ ഖുർആനിലുള്ള എല്ലാ ദുആത്തിലും റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി റബ്ബനാ ആതിനാ في الدنيا رب هب لي من لدنك ذرية طيبة ربنا لا تزغ قلوبنا ربنا ظلمنا أنفسنا ربي 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 جنتو الله ماتر بالجدل الدعاء يندو استاذ الله القرآن للذي ഒരു ദുആ അല്ലാഹു അല്ലാഹു തആല വിളിച്ചിട്ട് ഖുർആനിൽ കാണാൻ സാധ്യല്ല ഇനി ദുആ ഡയറക്റ്റ് വേണ്ട ഒരു നടുവിൽ ഒരാളെ വിളിച്ചിട്ട് റസൂലിന്റെ ബർക്കത്ത് എടുത്തിട്ട് ഔലിയാക്കന്മാരെ ബർക്കത്ത് എടുത്ത് ഇങ്ങനെ ദുആ കൊറു ചൊല്ലുന്നു അല്ലാഹു ചൊല്ലുന്നത് കാണാമാ ഖുർആനിൽ എല്ലാ ദുആവും അല്ലാഹു റൊട്ടിಗೆ ಮಾತ್ರ മയ്യാവല ഒന്നുകൂടി വെക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എടുക്കൂ
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതായ ഹദീസ് എടുക്കറോ നിങ്ങൾ ഔത്തിൽ നിന്ന് തൂൽക പോകുമ്പോൾ ഔത്ര പുറത്ത് വരുമ്പോൾ നിങ്ങൾ ഡ്രസ് ഇടുമ്പോൾ ഡ്രസ് മാറ്റുമ്പോൾ ഗാഡിക്ക് പത്തുമ്പോൾ ഗാഡി റിലിയമ്പത്തും കുട്ടിക്ക് പത്തുമ്പോൾ കുട്ടി റിലിയമ്പത്തും ടോയ്ലറ്റ് പോകുമ്പോൾ ടോയ്ലറ്റ് പുറത്ത് വരുമ്പോൾ പള്ളി ഉൾക പോകുമ്പോൾ പള്ളിയുടെ പുറത്ത് പോകുമ്പോൾ ഓർത്തോളൂ കുഞ്ഞായ്മയത്ത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിലും ഒരു മഹിളായ ഒരു പെണ്ണിനെ നെത്തി തൊട്ടതില്ല ദുആ ഒട്ടു എല്ലാ ദുആം അല്ലാഹുവിനൊട്ടിಗೆ ಮಾತ್ರ ദിക്റിന്റെ ബുക്ക് എടുത്ത് നോക്കൂ അദ്കാർ ചൊല്ലുന്ന ബുക്ക് എടുത്ത് നോക്കൂ നിങ്ങൾ ഉസ്താദ്മാരുടെ പല ബുക്ക് ഉണ്ടല്ലോ ദിക്റ് ആ ദിക്റിന്റെ ബുക്ക് എടുത്ത് നോക്കൂ ഖുർആനിലും ഹദീസിലും കിട്ടിയ എല്ലാ ദുആ എന്തുകൊണ്ട് അല്ലാഹുവിനൊട്ടിಗೆ ಮಾತ್ರ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടിതാ അല്ലാഹു അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുക ഒരു ദുആ പിടിക്കൂ മുഹമ്മദ് നബിയെ വിളിച്ച് ദുആ ചെയ്യൂ ഇല്ല നിങ്ങൾക്ക് പിടിയുണ്ട് ആയെങ്കിലും നിങ്ങൾ മങ്കായം തുള്ളാർ അതേ ദിക്ർ പ്രത്യേകത അതേ ദിക്ർ നിങ്ങൾ മനസ്സിലാക്കുല്ലേ ഇനി ഇതെല്ലാം നിങ്ങൾക്ക് പിടിയായിട്ട് ഇനി ഉസ്താദ്മാർ ആക്രമണം തിനോർ ആരോപണ ഇനി ജണ്ട് ചൊന്തു ഈ ക്ലാസ് നിപ്പാട്ടതാണ് അതേ ദിക്ർ എന്തോ ദിക്ർ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഉസ്താദ്മാർ പിന്നെ വേറൊരു രൂപത്തിൽ കുത്തർക്കൈത്ത് ഉസ്താദ്മാർ ചൊന്നാറ് ആവട്ടു അല്ലാഹുവിനെ മാത്രം വിളിക്കുന്നു ചൊല്ലുന്നു ഖുർആന്റെ ആയത്തും ഹദീസ് എടുത്താർ ആയെങ്കും ഞങ്ങൾ എത്ര ബെടുക്കാക്കിയങ്ങല്ലേ ഞങ്ങൾ എത്ര തപ്പാക്കിയങ്ങല്ലേ ജാവും പോലും തപ്പാക്കിയില്ല ഞങ്ങൾ ഡയറക്റ്റ് അല്ലാഹുവിനെ കേട്ടേ കിട്ടുക എങ്ങനെ ഉദാഹരണക്ക് ഞങ്ങളൊരു കേസിൽ ഞങ്ങൾ കുടുങ്ങിയെങ്കിൽ ഡയറക്റ്റ് ജഡ്ജിനൊട്ടിಗೆ പോയി കിട്ടുക ಅದಕ್ಕೆ ഞങ്ങൾ പോലീസിനെ പിടിക്കണു എന്നിട്ട് ലോയറിനെ പിടിക്കണു എന്നിട്ട് ജഡ്ജിനൊട്ടിಗೆ പോയിത്തരു ജഡ്ജ്മെന്റ് കിട്ടിയെങ്കിൽ സമാവരെ അതേപോലെ ഞങ്ങാക്കിയ തപ്പുകാരണ ഔലിയാക്കന്മാരെ പിടിക്കണു ഔലിയാക്കന്മാർ റെക്കമെൻഡേഷൻ ആക്കിയിട്ട് അല്ലാഹുവിനൊട്ടിಗೆ ചൊല്ലാറ് അല്ലാഹുവേ ഓണക്ക് പുറത്തു കൊടു അപ്പൊ അല്ലാഹു പുറത്തു തണ്ടാ ഇത് സ്പീച്ചിൽ കേട്ടതല്ലേ കേട്ട ഓർമ്മ വണ്ടില്ലേ ഒന്നുകൂടി ഓർമ്മാക്കറും കറക്റ്റ് ഓർമ്മ പറ ഉസ്താദ്മാർ ചൊല്ലതേ തിക്റ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്ക എന്താ ഈ തിക്റ് ನಾನು നിപ്പാട്ട് ടൈം ಐತಿ അതുകൊണ്ട് ഞാൻ ചൊല്ലുകൊള്ളത് സഹോദരന്മാരെ മനസ്സിലാക്കರು ആ ഉസ്താദ്മാർ ചൊന്ന പൽക്കത്തെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണായത് എന്താ ഈ തിക്റ് ആ ഉസ്താദ്മാർ ചൊന്നത് എന്തേ നിങ്ങൾക്ക് അല്ലാഹു ഡയറക്റ്റ് മഗ്ഫിറത്ത് തണ്ടില്ല ഉടനെ കേൾക്കുകൊള്ളത് ഉസ്താദ്മാർക്ക് ബുദ്ധിയില്ല പോയിത്താ നിങ്ങൾക്ക് പിടിയില്ല നിങ്ങൾക്ക് ബുദ്ധിക്കൂ ഈ ജഡ്ജിനൊട്ടിಗೆ എന്ത് കൈത്തിക്കറ് ഇങ്ങനെ പോലീസും ലോയറെ പിടിച്ചു പോണ്ടേ ഈ ജഡ്ജിക്ക് പിടിയില്ല ഹക്കല്ലേ ജഡ്ജിക്ക് ഞങ്ങളെ കേസ് പിടിയില്ല കൊന്നോണാറ് കട്ടോണാറ് ജഡ്ജിക്ക് പിടിയില്ല ജഡ്ജിക്ക് ഇനി സംജാക്കി താവണു ഇനി പ്രൂഫ് വെച്ച് താവണു ചിലപ്പോ ജഡ്ജി ചൊന്നതും തപ്പൈത്ത് പോവൂ ഈ ജഡ്ജ നിങ്ങളെ ഖാലിക്കും മാലിക്കൈത്തുല്ല അല്ലാഹ് അല്ലല്ലേ സഹോദരന്മാരെ അല്ലാഹു ഓടെ തിക്ർ വെച്ചത് നങ്ങ ഓടെ ഒഞ്ചു വെച്ചിന്നോളും ഐനമാ കുന്തും നിങ്ങൾ ഓടായെങ്കും ഏത് ജാഗത്തിന്നെങ്കും സമ ഏത് ജാഗത്തിൽ ഒഞ്ചു വെച്ചെങ്കും സമ സൂക്ഷ്മമായിട്ട് കാണ്ടോണ തിക്ർ അല്ലാഹ് ആ അല്ലാഹുക്ക് പ്രത്യേകമായിട്ട് ഒരു റെക്കമെൻഡേഷൻ വേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് കേൾക്ക ഖുർആനിൽ നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നത് കാണാ വല്ലദീന ഇദാ ഫഅലു ഫായിശതൻ ഔ ദലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് അല്ലാഹു കേൾക്കുന്ന ക്വസ്റ്റ്യൻ കേൾക്കൂ ഹൃദയത്തിൽ വെക്കുറ ആയത്രേ ഈ ആയത്ത് ചിലപ്പോൾ കേട്ട് നിൽക്കല ഹൃദയത്തിലൊക്കെ കൊപ്പൈത്ത് വെക്കുറ ആയത്രേ എന്തായിത്തിക്കർ അല്ലാഹു ചൊന്നത് ഒരു തപ്പ ഒരു മുസ്ലിം അവನು ತಪ್ಪಾಕ್ಯ ಅವನಿಗೂ ಪಡಿಯೈತೆ ತಪ್ಪು ಚೊಂತು ಅವನವನ ಇಸ್ತಿಗ್ಫಾರ್ ಹಾಕೋ ರೆಡಿಯಾಯ അല്ലാഹുവിനൊട്ടിಗೆ കേട്ട അല്ലാഹുവേ പുറത്ത് മാഫാക്കിത്ത അല്ലാഹ് നടുവിൽ ഒരു സ്പെഷ്യാലിറ്റി റെക്കമെൻഡേഷൻ വെച്ചിട്ടില്ല ഒരു സ്വാലിഹൈത്തുലാല വെച്ചിട്ടില്ല ഒരു ഔലിയരെ വെച്ചിട്ടില്ല ഒരു റസൂലിനെ വെച്ചിട്ടില്ല അവನು ഡയറക്റ്റ് ആയിട്ട് കേട്ട അല്ലാഹ് നിനക്ക് പുറത്ത് അല്ലാഹ് ചൊന്നെങ്കിൽ അല്ലാഹു കേൾക്കറേ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാഹ് നിങ്ങൾക്ക് മഗ്ഫിറത്ത് തരകു വേറെ ആരുമില്ല അല്ലാഹു അല്ലാഹ് വേറെ ആരുമില്ല ഒന്നുകൂടി ക്ലിയർ ആയിട്ടില്ല നിപ്പാട്ട ടൈമിൽ ഒന്നുകൂടി ഒരു ആയത്തോതി നിപ്പാട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി ചൊല്ലു ജാവും പോലും ബെടുക്കാക്കിയുള്ള അങ്ങനത്തെ ഒരു വ്യക്തി ജീവനത്തിൽ തപ്പയാക്കിയുള്ള വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് സ്വന്ത നഫ്സിനെ മേൽ ദുൽമാക്കി അക്രമാക്കി അങ്ങനത്തെ വ്യക്തിയെ തപ്പാക്കി അങ്ങനത്തെ ബെടുക്കത്തറാക്കി അങ്ങനത്തെ വ്യക്തിയെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഓ നന്റെ അടിമ നീ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിഷയത്തിൽ ബേജാറാവണ്ട ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ അല്ലാഹു എല്ലാ തപ്പുറം മാഫാക്കോണ തിക്ര നീ മടങ്ങിയെന്തായെങ്കിൽ അല്ലാഹു നീ അല്ലാഹുവിനൊട്ടിಗೆ തൗബാക്കിയ അയങ്ങ ഷർത്തുണ്ട് ഇനി ആ തപ്പുക്ക് മടങ്ങു തീരാ അത്രമേ
ക്ലിയർ ആയിട്ടില്ലേ? ഒന്നുകൂടി നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പാട്ട് ഒരു ബൈസൈത്തുള്ള വ്യക്തി, ഒരു ജാവും പോലും തപ്പാക്കിയ തുല്യതായ വ്യക്തി, ആ വ്യക്തി ചൊല്ലത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടപണ്ട് ബൈസായ വ്യക്തി ബത്തകുത്തിയൊന്ന് പണ്ട് സ്വന്തം കയ്യിൽ സ്വന്തം കാൽ കൊണ്ട് പിറകാവില്ല, അതുകൊണ്ട് ബത്തകുത്തിയും പണ്ട് എന്ന് റസൂൽ ചൊല്ലു. റസൂലേ അറഅയ്ത റജുലൻ അമില ദുനൂബ കുല്ലഹാ ലം യത്രുക് മിൻഹാ വഹുവ ഫീ ദാലിക ലം യത്രുക് ഹാജതൻ വലാ ദാജതൻ ഇല്ലാ അതാഹാ. ജാവും പോലും തപ്പാക്കിയതായ വ്യക്തി, അവൻ എന്തെല്ലാം ആഗ്രഹിച്ച എല്ലാ ബെടുക്കത്തരമാക്കിയ വ്യക്തി, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഹല്ലൗ മിൻ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പുറത്തു കൊടുക്കുകയാണ് റസൂലേ. റസൂൽ കേട്ടത് ഫഅൽ അസ്ലംത, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതല്ലേ മുസ്ലിമാ? നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതല്ലേ? പൽചന്തു അമ്മ അന ഫഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് വഅന്നക റസൂലുള്ളാഹ് ചൊല്ലുന്ന അംഗീകാരം നക്കുണ്ട് റസൂലേ. ഇത് ചൊന്നപ്പ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് അതെ നിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തണ്ട. റസൂൽ ചൊന്നില്ല ഇന്ന റസൂൽമാർ ഇന്ന നബിമാരെ റെക്കമെൻഡേഷൻ എടുത്ത് മാത്രം പൊറുക്കുരെ ചൊന്തു, ഇന്ന ഔലിയാക്കന്മാരെ റെക്കമെൻഡേഷൻ എടുത്ത് മാത്രം പൊറുക്കുരെ ചൊന്തു, ഇന്ന സ്വാലിഹത്തുൽ ആൽമാരെ റെക്കമെൻഡേഷൻ എടുത്ത് മാത്രം പൊറുക്കുരെ ചൊന്തു. അല്ലാഹു റസൂൽ ചൊന്നില്ല. ബദൽ അല്ലാഹു റസൂൽ ചൊന്നത് നീനെ ആക്കുനായത് തഫഅലുൽ ഖൈറാത്ത് വ തത്റുകുസ് സയ്യിആത്ത് യജഅലുന്നല്ലാഹു ലക ഖൈറാത്തിൻ കുല്ലഹുൻ. നീനാക്കി എല്ലാ ബർക്കത്തും അല്ലാഹു നിക്ക് നല്ലതാക്കി തണ്ട. ആയങ്ങ തപ്പുക മടങ്ങ തീരാ. ഇദൈതിക്കർ ഇസ്ലാം, ഇദൈതിക്കർ ഇസ്ലാം, ഇദൈതിക്കർ ദീൻ, ഇദൈതിക്കർ സലഫി പ്രസ്ഥാനത്തെ ആൽമാർക്ക് ചൊല്ലുകൊള്ളതായ വിഷയ. അതുകൊണ്ട് മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, ഒരു കാരണത്തിലും അല്ലാഹുരെ അല്ലാഹു തങ്ങളെ വിളിച്ചു ദുആർന്നിട്ട് ശിർക്കൻ വിശ്വാസത്തിന് പോയിരണ്ട. കാരണം ആ ശിർക്ക് ചൊല്ലുന്നത് നിങ്ങളെ അമലിനെ ബാത്തിലാക്കരുത്. അല്ലാഹുരെ റസൂൽ വെട്ടി അല്ലാഹു ചൊന്ന വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. റസൂലേ നിങ്ങൾ ശിർക്കാക്കിയ തായെങ്കിൽ റസൂലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടി അല്ലാഹു ചൊല്ല റസൂലേ അല്ലാഹു റൊട്ടിಗೆ നിങ്ങൾ ശിർക്കാക്കിയെങ്കിൽ അല്ലാഹുക്ക് കൊടുക്കുന്ന ഇബാദത്ത് അല്ലാഹു അല്ലാഹ് തങ്ങൾക്ക് കൊടുത്തെങ്കിൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളെ അമൽ നിങ്ങൾ ബാത്തിലാക്കി വിടുക. ചില ആൾമാർ അല്ലാഹുവിനെ വിട്ടുകൊണ്ടാറ് പല നിസ്കാരം നോമ്പും സകാത്തും സദഖയും പണ്ട സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് അങ്ങനെ ഇബാദത്ത് അല്ലാഹു എന്നാക്കിയത് വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ധൂളാക്കിയത് വലിച്ച് എറിഞ്ഞു വിട്ട എന്തുകൊണ്ടിട്ടു? ശിർക്കൻ വിശ്വാസത്തിൽ വന്നുകൊണ്ടിട്ടു. സൂറത്തുൽ അൻആം അല്ലാഹു സുബ്ഹാനഹു വ തആല 18 നബിമാരെ പേരെടുക്കറ, ഓരോ നബിമാരെ പേരെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രശംസനാക്കറ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് വലൗ അശ്റകൂ, ഈ 18 നബിമാരോട് ശിർക്കാക്കിയ തായെങ്കിൽ വലൗ അശ്റകൂ, ഈ 18 നബിമാരോട് ശിർക്കാക്കിയ തായെങ്കിൽ അല്ലാഹു അല്ലാഹു തങ്ങളെ വിളിച്ച് ദുആർന്ന തായെങ്കിൽ അല്ലാഹു കൊടുക്കുന്ന ഇബാദത്ത് അല്ലാഹു അല്ലാഹു തങ്ങൾക്ക് കൊടുത്ത തായെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അങ്ങാക്കി എല്ലാ അമലും ബാത്തിലായിത്തിക്കരെ. നബിമാരുടെ വിഷയത്തിൽ അങ്ങനെ ചൊല്ലുന്ന തായെങ്കിൽ ഞങ്ങളുടെ വിഷയത്തിൽ എന്തിനെ ചൊല്ല് മനസ്സിലാക്കാം. പല ആരോപണമുണ്ട്, അത് തൊടാന്ത് എന്റെ വിഷയത്തെ അവസാനിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹുവിന്റെ ദീനിനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുന്ന തൗഫീഖ് തൻ തനുഗ്രഹിക്കട്ടെ. എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിനെ പേടിച്ച് ജീവനാക്കുന്ന തൗഫീഖ് അല്ലാഹു നമുക്ക് തൻ തനുഗ്രഹിക്കട്ടെ. എല്ലാ ബിദ്അത്തിൽ നിന്നും എല്ലാ ഖുറാഫാത്തിൽ നിന്നും എല്ലാ ശിർക്കൻ വിശ്വാസത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൻ തനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സലഫി പ്രസ്ഥാനത്തെ ആൽമാരുടെ വിഷയത്തിൽ ഉസ്താദിട്ട് കേക്കർ കാണ്ടി യാരെന്നല്ലേ സലഫി പ്രസ്ഥാനത്തെ ആൽമാരോട്ട് കേട്ടേൻ തായെങ്കിൽ പരിപൂർണമായിട്ടുള്ള വിവരണം നിങ്ങൾക്ക് കിട്ടുചൊന്തു നിപ്പാട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹുവിന്റെ ദീൻ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുന്ന തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൻ തനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.